നോർമലി നമ്മൾ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞും പിന്നെ PCOD അതുപോലെ തൈറോയ്ഡ് അങ്ങനത്തെ കണ്ടീഷനൊക്കെ കൊണ്ട് ഇത്രയും നമുക്ക് കഴുത്തിൽ കറുപ്പ് വരാം. അപ്പം എത്ര വലിയ കറുപ്പാണെങ്കിലും മാജിക് ഒന്നും സംഭവിക്കില്ല, പക്ഷേ നമുക്ക് ചേഞ്ച് ഉണ്ടാവും. ഇതൊരു ആ ഒരു റിസൾട്ട് തന്നെയുണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാത്രമല്ല, ആദ്യമായിട്ട് എൻ്റെ ചാനലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വെൽക്കം ടു അവർ ഫാമിലി. ഒരു കുഞ്ഞു ചാനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൽ കറുപ്പ് പോകാനായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടൊരു നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മെത്തേഡ്. അതുപോലെ തന്നെ ഇപ്പം ഇല്ലേ, എൻ്റെ നിങ്ങൾക്ക് കണ്ടപ്പോൾ അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, നന്നായിട്ട് ഇങ്ങനെ ഓരോ PCOD അതുപോലെ വേറെ തൈറോയിഡിന് അങ്ങനെ ഇഷ്യൂസൊക്കെ കൊണ്ടൊക്കെ തന്നെ കഴുത്തിൽ നല്ല രീതിക്ക് കട്ടിക്ക് കറുപ്പ് വരാം. നമ്മൾ കെയർ ചെയ്യാതെ, അതായത് അതുണ്ടായിട്ട് നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുറേ നാൾ വിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കസിൻ അങ്ങനെ ഉണ്ടായിട്ട് അവൾക്ക് ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു ഒരു കുഞ്ഞു ഹോം റെമഡി. ഫസ്റ്റ് യൂസിലി അങ്ങനെ വലിയ എന്താ പറയണേ മാജിക് സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ. അത് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ അന്ന് ചെയ്ത സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് റിസൾട്ട് കിട്ടി വർക്ക് ആവുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ എത്ര രണ്ടാഴ്ച ആവുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ ജാനുവരി 20 ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ കണ്ടന്റ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ കഴുത്തിൽ കറുപ്പുണ്ടെങ്കിൽ, അത്രയും കറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. നിങ്ങളെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും പിശുക്ക് കാണിക്കുന്നേ, ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പൊക്കൂടെ. എൻ്റെ കോലം കണ്ടിട്ട് പേടിയാവണുണ്ട്, ഞാൻ എഴുന്നേറ്റ് പാടാട്ടോ ഇരിക്കുന്നേ, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ സ്കിന്ന് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ല, എൻ്റെ സ്കിന്ന് ഓയിലി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഡ്രൈനെസ് കൂടി വരുന്ന സ്കിന്നിനെ പീൽ ചെയ്ത് പോകുന്നുണ്ട് ഇവിടേക്ക്. സോ കുറവാണ്, ഞാൻ ആ ഒരു ഓയിൽ യൂസ് ആക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ പോയി തുടങ്ങി കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, അതുപോലെ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റിസൾട്ട് എന്തായാലും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ശരി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉറങ്ങി എണീറ്റുകൊണ്ട് ആകെ ഒരു ബ്ലാ 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 വർത്താനായി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വാട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണേ മുമ്പ് പാക്ക് അപ്ലൈ ചെയ്യണ മുമ്പ് ഞാൻ അവളുടെ കഴുത്തിലുള്ള കറുപ്പ് കാണിച്ചു തരുവാ കേട്ടോ. അവളുടെ കഴുത്തിൽ അത്യാവശ്യം നിങ്ങൾ കണ്ടാൽ മനസ്സിലായത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ അത്യാവശ്യം അവർക്ക് PCOD തൈറോയ്ഡ് അങ്ങനെ കണ്ടീഷൻ ഉണ്ടെന്ന് തോന്നണം. PCOD ഉണ്ട് അവർക്ക്, അപ്പോൾ തൈറോയ്ഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ എല്ലാവർക്കും അറിയാം കഴുത്തിൽ കറുപ്പ് വരും. അപ്പോൾ അത് എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന പാക്ക് ഫസ്റ്റ് തന്നെ തൈരാണ് കേട്ടോ. ഒരു 2 സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി പോർഷനാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിക്ക് അതിൻ്റെ നീരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിഴിയുന്ന സമയത്ത് നീരിനേക്കാൾ കൂടുതലായിട്ട് പീസാണ് വീണേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഞങ്ങളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൈരാണെങ്കിലും നാരങ്ങയാണെങ്കിലും തക്കാളി നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ ചെയ്യാൻ നല്ലതാണ്. ഈ തൈരും നാരങ്ങയൊക്കെ കറുത്ത പാടുകൾ മാറ്റാനും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനും വേണ്ടിയാട്ടോ. എന്നിട്ട് ഞാൻ നാരങ്ങയുടെ തൊണ്ടില്ലേ അത് ആ തൈരിൽ നന്നായിട്ട് മുക്കിയിട്ട് ആ തൊണ്ട് വെച്ച് തന്നെ നമ്മൾ തൊണ്ടെന്നല്ലേ പറയുന്നത് എല്ലായിടത്തും, തോടെന്ന് ചിലർ പറയുമല്ലേ, തൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു കറുപ്പുള്ള ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറയുക. നന്നായിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കറുപ്പുണ്ട് അവൾക്ക്. അത് എല്ലായിടത്തും അങ്ങനെ സ്പ്രെഡായ കറുപ്പല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ കാണുന്നുണ്ടാവും. ആ ഒരു കഴുത്തിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് നല്ല കട്ടിക്കാണ് കറുപ്പിരിക്കുന്നത് അവൾക്ക്. അവളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത് കണ്ടിട്ട്, ഞാൻ ചോദിച്ചില്ല അവളുടെ അടുത്ത്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ തൈറോയ്ഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ വരാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഞാൻ അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവാൻ വിട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അടുത്ത
സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. കുറച്ച് അരിപ്പൊടി എടുത്തേക്കുന്നത്, അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നോർമലി നല്ല കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നല്ല മഞ്ഞൾപ്പൊടി ആണെങ്കിൽ കറിക്കെടുക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ആവാതിരിക്കുക. ഞങ്ങളിപ്പോൾ എടുത്തപ്പോൾ ഇച്ചിരി വെള്ളം പോലെ ആയെന്ന് എനിക്ക് തോന്നുന്നു. ആയാലും കുഴപ്പമില്ല. എന്താണെന്നറിയോ, പഞ്ചസാര ഇങ്ങനെ അലിയാൻ തുടങ്ങും. നമുക്ക് ആ പഞ്ചസാരയുടെ ഇങ്ങനെ ഒരു തരിതിരിപ്പ് കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. വെള്ളം പോലെ ആയാലും കുറച്ച് പൊടി ഇട്ടാൽ മതി. പിന്നെ ഞങ്ങളങ്ങനെ പൊടി ഇടാൻ നിന്നില്ല. പഞ്ചസാര അലിയണേ മുമ്പ് തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. പിന്നെ ആ നാരങ്ങയുടെ തോട് വെച്ച് തന്നെ അത് മുക്കിയെടുത്തിട്ട് ആ കഴുത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്ക്രബിങ് എഫക്റ്റും പാക്കിൻ്റെയും കൂടി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. മറ്റേത് നമുക്കൊരു ക്ലെൻസറിൻ്റെ എഫക്റ്റ് കൂടി കിട്ടും ആദ്യം വിട്ട പാക്കിൽ. എന്നിട്ട് നന്നായിട്ട് കഴുത്ത് മുഴുവൻ തേച്ച് ഒരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ പാക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് മനസ്സിലാവും നമ്മുടെ കഴുത്ത്. ഞാനപ്പോൾ അത് ഡ്രൈ ആയിട്ട് വൈപ്പ് ചെയ്തപ്പോൾ അത് കാണിച്ചില്ല. അപ്പം ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ഉള്ളതാണ്. നമ്മളൊരു 10 മിനിറ്റ് ഒന്നും ഇങ്ങനെ ഇട്ട് ഉരക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 10 മിനിറ്റോളം ഡ്രൈ ആവാൻ നമ്മൾ വിട്ടു കൊടുക്കണം. 2-3 മിനിറ്റ് ഇത്രയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട് അവളുടെ കഴുത്ത് മുഴുവൻ. എന്നിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വിടുന്നുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ എന്തായാലും ബിഫോർ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. കഴുത്തിൽ കറുപ്പ് എല്ലാം പോയെന്നല്ല ഞാൻ പറയണം, അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അവളത് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ അത് മാറും കേട്ടോ. എന്നിട്ടൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാക്മേയുടെ ഇട്ട് കൊടുത്തത് ഞാൻ കണ്ടില്ല, പറഞ്ഞു പറഞ്ഞപ്പോൾ പോയിട്ടോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ എല്ലാവരും. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ യൂസ് കൊണ്ട് വലിയ മാജിക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ഒരു വീക്ക്ലി 2-3 വട്ടമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് വരുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നല്ല കറുപ്പൊക്കെ ആണെങ്കിൽ ഒന്ന് യൂസാക്കി നോക്കുക. അങ്ങനെ യൂസാക്കി നോക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ചേഞ്ച് മനസ്സിലാവുന്നത് കേട്ടോ. ഇപ്പം എൻ്റെയിൽ യൂസാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. റിസൾട്ട് കാണുമ്പോൾ അവസാനമൊക്കെ വേണമെങ്കിൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറേ ആളുകൾ വന്നിട്ട് മറ്റേ മേക്കപ്പ് വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടാ. സത്യം ഞാൻ പറയാൻ വേണ്ടിയാണ്, ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? വേണേ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും. ഐബ്രോ ചെയ്ത് അന്ന് വെച്ചാൽ ഐബ്രോ ഇല്ലേ, എൻ്റെ നീളമില്ല, പക്ഷെ നല്ല കട്ടിയുള്ള ഐബ്രോയാണ്. അപ്പം ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ചിലപ്പോൾ എടുക്കത്തുള്ളൂ, റേസർ വെച്ചിട്ട്. പിന്നെ പുറത്ത് പോയിട്ട് എടുക്കാന്ന് വെച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്ക് വേദന സഹിക്കാൻ വയ്യ, പിന്നെ പോവാൻ ചെറിയൊരു മടിയുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഞാൻ നോർമലി വീട്ടിൽ വെച്ച് തന്നെ എടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു ഐബ്രോ പെൻസിൽ വെച്ച് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് വളരെ ലൈറ്റായിട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഹാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ എടുത്തുള്ളൂ. പിന്നെ കണ്ണ് വിങ്സ് എഴുതാറുള്ളൂ. ഇപ്പം കുറച്ചായിട്ട് വിങ്സ് തന്നെയാണ് എഴുതുന്നത്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലൈനറൊക്കെ വെച്ച് മുകളിലൊക്കെ എഴുതും, ചിലപ്പോൾ അടിയിൽ കാജൽ വെച്ച് എഴുതും. ഇപ്പം നോർമലായിട്ട് വിങ്സ് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. വല്ലപ്പോഴും തോന്നിയാൽ ഞാൻ കാജൽ യൂസ് ആക്കും, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു 3 കാര്യത്തിന് വേണ്ടി ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും കേട്ടോ. ഭയങ്കര ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യാത്തത്, ഒന്നും തോന്നരുത്. ഷോർട്സിൽ നേരത്തെ കുറേ ഇങ്ങനെ കമൻറ്റ് കണ്ടായിരുന്നു മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്ന്. ഇത്രയും കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ ഓർക്കും ഇതാണ് ഈ കൊച്ചിൻ്റെ മേക്കപ്പ് എന്ന് ഓർക്കും. അപ്പോൾ വെറുതെ എന്തിനാണ് അപ്പം ഇങ്ങനെ വരിപ്പിക്കുന്നില്ല, കുറേ പറഞ്ഞെന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു കുഞ്ഞു ഫാമിലിയാണ് നമ്മുടെ. അപ്പം ഇങ്ങനെ നമുക്കൊന്ന് ആ ഫാമിലിയിൽ നിന്ന് ആളൊക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണ്ടേ. അപ്പം നിങ്ങൾ എന്തായാലും മനസ്സറിഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടേക്ക് കെയർ, ബൈ, ടാറ്റാ. ഞാൻ പോയിട്ടെ പല്ലിയൊക്കെ കേട്ടോ.